Hello, my dear friends. Welcome back to Storybox 2022. ഹൈന്ദവ ഇതിഹാസമായ രാമായണത്തിലെ ഒരു പ്രധാന കഥാപാത്രമാണ് വാനര രാജാവായ ബാലി. കിഷ്കിന്ധയിലെ രാജാവായിരുന്ന ഇദ്ദേഹം ഇന്ദ്രന്റെ അംശവും സുഗ്രീവന്റെ ജ്യേഷ്ഠനുമായിരുന്നു. മഹാവിഷ്ണുവിന്റെ അവതാരമായ ശ്രീരാമന്റെ ഒളിയമ്പേറ്റാണ് ബാലി മരിക്കുന്നത്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വാനര രാജാവായ ബാലിയുടെ കഥയാണ്. പിതാവായ ഋക്ഷരാജാവിന്റെ കാലശേഷം മൂത്ത പുത്രനായ ബാലി കിഷ്കിന്ധയിൽ വാനര രാജാവായും അനുജൻ സുഗ്രീവൻ അദ്ദേഹത്തെ ഭരണത്തിൽ സഹായിച്ചുകൊണ്ടും വാണു. കിഷ്കിന്ധയിലെ രാജാവായിരുന്ന ബാലിക്ക് യുദ്ധത്തിൽ പോരിന് വരുന്ന ശത്രുവിന്റെ പകുതി ശക്തി ലഭിക്കും എന്ന് ഭഗവാൻ ബ്രഹ്മാവിൽ നിന്നും വരം ലഭിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ ആർക്കും തന്നെ നേരിട്ട് ബാലിയെ തോൽപ്പിക്കുവാൻ കഴിയുമായിരുന്നില്ല. ഒരിക്കൽ ബാലി ശിവപൂജ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രാവണൻ യുദ്ധത്തിനായി വെല്ലുവിളിച്ചു. യുദ്ധം തുടങ്ങി. എന്നാൽ എതിരാളിയുടെ പകുതി ശക്തി കൂടി ലഭിച്ച ബാലി രാവണനെ വാലിൽ ചുറ്റിയെടുത്ത് ലോകം മുഴുവൻ സഞ്ചരിച്ചു. ഒരിക്കൽ മായാവി എന്ന രാക്ഷസൻ കിഷ്കിന്ധയിലെത്തി ബാലിയെ പോരിന് വെല്ലുവിളിച്ചു. രാത്രി സമയം രാക്ഷസന്മാരുടെ മായയ്ക്ക് ശക്തി കൂടും എന്ന സുഗ്രീവന്റെ മുന്നറിയിപ്പ് അവഗണിച്ച ബാലി മായാവിയോട് യുദ്ധത്തിനിറങ്ങി. ബാലിയുടെ അടികൊണ്ട് അവശനായ മായാവി പിന്തിരിഞ്ഞോടുകയാണ് ചെയ്തത്. പുറകെ ബാലിയും ഓടി ഓടി മായാവി ഒരു ഗുഹയിൽ കയറി. തന്നെ പിന്തുടർന്നു വന്ന സുഗ്രീവനെ പുറത്ത് കാവലിരുത്തിയിട്ട് ബാലി ഗുഹയ്ക്കകത്ത് കയറി യുദ്ധം വീണ്ടും തുടർന്നു. കുറേ നാൾ കഴിഞ്ഞിട്ടും ബാലി മടങ്ങി വന്നില്ല. ഏകദേശം 1 മാസത്തോളം കഴിഞ്ഞു കാണും. ഗുഹയിൽ നിന്നും ബാലിയുടെ നിലവിളിയും മായാവിയുടെ അട്ടഹാസവും സുഗ്രീവൻ കേട്ടു. ഗുഹാമുഖത്ത് രക്തം പതഞ്ഞൊഴുകുന്നത് കണ്ട് ബാലി മരിച്ചു എന്നുറപ്പിച്ച സുഗ്രീവൻ മായാവി ഗുഹയിൽ നിന്നും രക്ഷപ്പെടാതിരിക്കാനായി വലിയ പാറക്കല്ലുകൊണ്ട് ഗുഹാമുഖം അടച്ചുവെച്ചു. തിരികെ കിഷ്കിന്ധയിലെത്തിയ അദ്ദേഹം അതീവ ദുഃഖിതനായിരുന്നു. എന്നിരുന്നാലും രാജ്യം അനാഥമാകാതിരിക്കാനായി മന്ത്രിമാരുടെ നിർബന്ധപ്രകാരം പിന്നീട് സുഗ്രീവൻ രാജാവായി. എന്നാൽ വാസ്തവത്തിൽ ബാലി മരിച്ചു എന്ന് സുഗ്രീവന് തോന്നിയത് മായാവിയുടെ മായ മാത്രമായിരുന്നു. മായാവിയെ കൊന്ന് ഗുഹയുടെ വാതിൽക്കലെത്തിയ ബാലി ഒറ്റച്ചവിട്ടിന് പാറക്കല്ല് ദൂരെ തെറിപ്പിച്ച് പുറത്തു വന്നു. തന്നെ കൊല്ലാൻ വേണ്ടി സുഗ്രീവൻ മനഃപൂർവ്വം ഗുഹ പാറ കൊണ്ടടച്ചു എന്ന് വിശ്വസിച്ച ബാലി കിഷ്കിന്ധയിൽ ഒരു കൊടുങ്കാറ്റ് പോലെ പാഞ്ഞെത്തി. ബാലിയെ കണ്ട് സുഗ്രീവൻ നടന്ന സത്യങ്ങളെല്ലാം പറഞ്ഞെങ്കിലും സർവസ്വവും അദ്ദേഹത്തിന് അടിയറവ് വെച്ചിട്ടും ബാലി ശാന്തനായില്ല. സുഗ്രീവനെയും അദ്ദേഹത്തിൻ്റെ വിശ്വസ്ത സേവകന്മാരെയും ബാലി കിഷ്കിന്ധയിൽ നിന്നും ആട്ടിപ്പായിച്ചു. സുഗ്രീവന്റെ പത്നിയായ രുമയെ ബാലി ബലമായി അപഹരിക്കുകയും ചെയ്തു. വളരെ നല്ല രാജാവായിരുന്നെങ്കിലും തൻ്റെ അനുജനായ സുഗ്രീവൻ അബദ്ധത്തിൽ ചെയ്തു പോയ ഒരു തെറ്റ് ക്ഷമിക്കാൻ ഒരിക്കലും ബാലി തയ്യാറായിരുന്നില്ല. ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നതിന് വളരെ കാലം മുമ്പ് ഒരു കൂറ്റൻ പോത്തിൻ്റെ രൂപത്തിൽ തന്നോട് പോരിന് വന്ന ദുന്ദുബി എന്ന അസുരനെ വധിച്ച് അവൻ്റെ ജഡം 1 യോജന ദൂരെ ഒരു മലയിലേക്ക് വലിച്ചെറിഞ്ഞു. എന്നാൽ ജഡം വന്നു വീണത് ഋഷ്യമൂക പർവ്വതത്തിലെ മാതംഗമുനിയുടെ ആശ്രമത്തിലായിരുന്നു. തൻ്റെ ആശ്രമം അശുദ്ധമാക്കിയവൻ ആരോ അവൻ ആ പ്രദേശത്തിൻ്റെ 1 യോജന ചുറ്റളവിൽ കാലുകുത്തിയാൽ തല പൊട്ടിത്തെറിച്ചു മരിക്കട്ടെ എന്ന് മുനി ശപിച്ചു. അതിൻ പ്രകാരം ബാലി കാൽ കുത്താത്ത ഏക സ്ഥലം ആ ഋഷ്യമൂക പർവ്വതത്തിലായിരുന്നു. ബാലിക്ക് പ്രവേശിക്കാൻ കഴിയാത്ത മലയായതിനാൽ ഇതിനെ ബാലികേറ മല എന്നും പേരുണ്ട്. കിഷ്കിന്ധയിൽ നിന്നും പലായനം ചെയ്ത സുഗ്രീവനും കൂട്ടരും ആ പർവ്വതത്തിലാണ് അഭയം തേടിയത്. ഏതാണ്ട് ഈ സമയത്ത് തന്നെയാണ് സൂര്യഭഗവാന്റെ നിർദ്ദേശപ്രകാരം വായുപുത്രൻ ഹനുമാൻ സുഗ്രീവനെ സഹായിക്കുവാനായി ഋഷ്യമൂക പർവ്വതത്തിൽ എത്തുന്നതും കാണുന്നതും. വനവാസത്തിനിടെ രാവണൻ തട്ടിക്കൊണ്ടുപോയ സീതയെ അന്വേഷിക്കുന്ന സമയത്ത് ശ്രീരാമൻ സുഗ്രീവനുമായി സീതാന്വേഷണത്തിനു വേണ്ടി സഖ്യത്തിലേർപ്പെട്ടു. എന്നാൽ ബാലിയെ നിഗ്രഹിച്ച് സുഗ്രീവനെ കിഷ്കിന്ധയിലെ രാജാവാക്കുക എന്നതായിരുന്നു സീതാന്വേഷണത്തിന് സുഗ്രീവൻ വെച്ച നിബന്ധന.
മാത്രവുമല്ല തൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിലുള്ളതിനേക്കാൾ കൂടുതലായി ഒരു രാജാവെന്ന നിലയിൽ തനിക്ക് രാമനെ സഹായിക്കാൻ സാധിക്കും എന്നുകൂടി കൂട്ടിച്ചേർത്തു. ഇതംഗീകരിച്ച രാമൻ സുഗ്രീവനോട് ബാലിയെ യുദ്ധത്തിന് വെല്ലുവിളിക്കാൻ ആവശ്യപ്പെട്ടു. മടിച്ചു നിന്ന സുഗ്രീവനോട് നേരിട്ട് യുദ്ധം ചെയ്യാൻ പറ്റാത്തതിനാൽ മരത്തിന് പിന്നിൽ നിന്നും അമ്പെയ്ത് ബാലിയെ വധിക്കാം എന്നുകൂടി രാമൻ പറഞ്ഞു. അങ്ങനെ സുഗ്രീവൻ രാമന്റെ പിൻബലത്തിൽ കിഷ്കിന്ധയിലെത്തി ബാലിയെ വെല്ലുവിളിച്ചു. ബാലിയും സുഗ്രീവനും തമ്മിൽ യുദ്ധവും തുടങ്ങി. എന്നാൽ യുദ്ധത്തിനിടയിൽ ബാലിയെ മറഞ്ഞിരുന്ന ബാണം എയ്തു വധിക്കാൻ ശ്രമിച്ച രാമന് സഹോദരന്മാർ രണ്ടുപേരും തമ്മിലുള്ള രൂപസാദൃശ്യം മൂലം ബാലിയെ തിരിച്ചറിഞ്ഞ് അസ്ത്രമയക്കാൻ സാധിച്ചില്ല. തുടർന്ന് ബാലിയുടെ മർദ്ദനത്താൽ അവശനായ സുഗ്രീവൻ ഓടി രക്ഷപ്പെട്ടു. സുഗ്രീവനെ യുദ്ധത്തിനിടയിൽ തിരിച്ചറിയാൻ വേണ്ടി രാമൻ അദ്ദേഹത്തെ ഒരു പൂമാല എണീപ്പിച്ചു. ബാലിയെ വീണ്ടും വെല്ലുവിളിച്ച സുഗ്രീവനോട് പത്നിയായ താര തടഞ്ഞിട്ടുകൂടി ബാലി യുദ്ധത്തിനിറങ്ങി. പോരിനിടയിൽ ബാലിയെ രാമൻ ഒളിയം പെയ്തു. മരണശൈലിയിൽ കിടന്നുകൊണ്ട് മര്യാദാ പുരുഷോത്തമനായ രാമൻ തന്നെ ഒളിയം പെയ്തതുമൂലം അധർമ്മം പ്രവർത്തിച്ചുവെന്ന് പറഞ്ഞ് രാമനെ ബാലി ഉഗ്രമായി വിമർശിച്ചു. എന്നാൽ ഈ കാണുന്ന ഭൂമി മുഴുവൻ പരിപാലിക്കുന്ന ഇക്ഷ്വാകു വംശ രാജാവായ ഭരതന്റെ ഭരണത്തിന് കീഴിൽ സ്വന്തം പുത്രിയെ പോലെ സംരക്ഷിക്കേണ്ട അനുജന്റെ പത്നിയെ കാമാന്ധനായി ബലപൂർവം അപഹരിച്ച് അധർമ്മം പ്രവർത്തിച്ച ബാലിയെ ശിക്ഷിക്കേണ്ടത് തൻ്റെ കടമയാണെന്ന് രാമൻ ഉണർത്തിച്ചു. രാമന്റെ യുക്തിപൂർവമായ മറുപടി കേട്ട് തൻ്റെ തെറ്റു മനസ്സിലാക്കിയ ബാലി പശ്ചാത്താപവിവശനായി. ബാലിയുടെ അവസാന നിമിഷങ്ങൾ കണ്ട സുഗ്രീവന്റെ ദുഃഖത്തിനും അതിരുകളില്ലായിരുന്നു. അങ്ങനെ ബാലി ദേവേന്ദ്രൻ നൽകിയ തൻ്റെ കഴുത്തിൽ കിടന്ന സ്വർണ്ണ താമരമാല സുഗ്രീവനെ അണിയിച്ചിട്ട് കിഷ്കിന്ധയുടെ രാജാധികാരവും തൻ്റെ പത്നി താരയുടെയും പുത്രൻ അംഗദൻ്റെയും സംരക്ഷണവും സുഗ്രീവനെ ഏൽപ്പിച്ചിട്ട് അന്ത്യശ്വാസം വലിച്ചു. അങ്ങനെ സുഗ്രീവൻ കിഷ്കിന്ധയുടെ രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടു. അംഗദനെ യുവരാജാവായും വാഴിച്ചു. ഈ കഥയിൽ ബാലിയുടെ അഹങ്കാരമാണ് അവൻ്റെ പതനത്തിന് കാരണമായത്. ജീവിതത്തിൽ വിനയം എത്ര പ്രധാനമാണെന്ന് കുട്ടികളെ പഠിപ്പിക്കുന്നതിൽ ഈ കഥ മാതൃകാപരവുമാണ്. ഏതൊരു പുരാണ കഥയും പോലെ ഈ കഥയിലും നമ്മളെ പഠിപ്പിക്കുന്നത് നന്മ എപ്പോഴും തിന്മയെ ജയിക്കുമെന്നാണ്. ബാലിയുടെയും സുഗ്രീവൻ്റെയും കഥ വ്യക്തിത്വം കെട്ടിപ്പടുക്കുന്നതിനെക്കുറിച്ച് കുട്ടികളെ പഠിപ്പിക്കുന്നതിനുള്ള മികച്ച ഉദാഹരണമാണ്. ഈ പുരാണ കഥയ്ക്ക് കുട്ടികളിൽ വിനയം, ശക്തി, സത്യസന്ധത, സ്വഭാവശക്തി എന്നിവയുടെ സ്വഭാവ ഗുണങ്ങൾ വളർത്തിയെടുക്കുവാൻ കഴിയും. തന്മൂലം കുട്ടികളെ ജീവിതത്തിൽ മികച്ച ആളുകളാകാൻ സഹായിക്കുകയും ചെയ്യും. ഡിയർ ഫ്രണ്ട്സ്, ഇത്രയുമാണ് ഇന്നത്തെ കഥ. എങ്ങനെയുണ്ട്? നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതേസമയം പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും വിട്ടുപോകരുത്. അപ്പോൾ നല്ലൊരു കഥയുമായി വീണ്ടും കാണാം. Until then, bye from Storybox 2022.